ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഹിറുസേന്റെ വിൽ ഓഫ് ഫയറിനെ തോൽപ്പിച്ച് ഒറോച്ചിമാറു ഫോർത്ത് ഹൊക്കാഗെ ആയിരുന്നെങ്കിൽ എന്തായേനെ. ഒറോച്ചിമാറുവിന് ഗ്രാമത്തോട് ഒരു സ്നേഹവും ഇല്ലായിരുന്നു, പക്ഷെ അവനൊരു അബ്സല്യൂട്ട് അതോറിറ്റി വേണമായിരുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഇതുപോലത്തെ വാട്ട് ഇഫ് സിനാരിയോസിന് വേണ്ടി ഫോളോ ചെയ്യാനും മറക്കണ്ട. മിനാറ്റോയെ ഹുക്കാഗെ ആക്കാതെ ഒറോച്ചിമാറുവിനെ ഹുക്കാഗെ ആക്കുന്ന ഉടൻ തന്നെ അവൻ വില്ലേജിന്റെ മൊത്തം ഫോർവിഡൻ ടെക്നീക്സ് ആൻഡ് സ്ക്രോൾസിനെ അൺലോക്ക് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ആരുടെയും തടസ്സമില്ലാതെ തന്റെ ഹ്യൂമൻ എക്സ്പെരിമെന്റ്സിനെ അയാൾ ഒഫീഷ്യൽ വില്ലേജ് റിസർച്ച് എന്ന പേരുമിടും. ഇനി സംസാരിക്കാം ഉച്ചിഹ ക്ലാൻ മാസക്കറിനെ പറ്റി. പക്ഷെ അതിവിടെ നടക്കാൻ സാധ്യതയുമില്ല. ഒറോച്ചിമാറു ഡാൻസോയിന് ഒരു പവറും കൊടുക്കില്ല. പിന്നെ ഗ്രാമത്തിന്റെ മിലിറ്ററി പവർ കൂട്ടാൻ വേണ്ടി അവൻ വേണമെങ്കിൽ ഫുഗാക്കുവിനെ മാനിപ്പുലേറ്റ് ചെയ്തെന്നിരിക്കാം. ഷിസുയും ഇതാച്ചിയും പോലത്തെ ലെജൻസും ജീവനോടെ കണ്ടേനെ. പക്ഷെ അവർ തന്റെ നാടിനെയല്ല, എന്നാൽ ഒറോച്ചിമാറുവിന്റെ ഡാർക്ക് എംപയറിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരിടേണ്ടി വരും. ഇതാച്ചി തന്റെ നാടിനെ ചതിക്കുകയും ഇല്ലായിരുന്നു, പിന്നെ അക്കാത്സ്കിനെയും ജോയിൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒറോച്ചിമാറു എന്തായാലും ഉച്ചിഹാസിനെ യൂസ് ചെയ്തതിന് അവന്റെ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി. ലീഫ് വില്ലേജ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറും, പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ പോലും നിരപരാധികളുടെ ബലിയിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഒരവസ്ഥ വന്നേനെ. അപ്പോൾ ഒടുവിൽ ജിറായയും കക്കാശിയും പിന്നെ നറൂട്ടോന് പോലും സ്വന്തം ഹുക്കാഗെക്കെതിരെ തിരിയേണ്ടി വരും. ആ സമയത്ത് നറൂട്ടോന് സ്വന്തം ഹുക്കാഗെ തടയാൻ കഴിയുമോ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെന്തായാലും ഷെയർ ചെയ്യുക.